25. ആ അപ്പോൾ 5 പോയി, പിടിച്ചപ്പോൾ 25 പോട്ടെ, അതങ്ങനെ പോകും. ഈ കൊള്ളക്കാരായ പോലീസുകാരല്ലേ സ്വർണ്ണ ബിസ്ക്കറ്റിനെ അടിച്ച് പോകണമെങ്കിൽ 25 5 വലിക്കാൻ ടക്കിച്ച് വലിക്കൂലേ? അപ്പോൾ അത് വിഷയമാക്കണ്ട, അത് വലിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, PV അബ്ദുൾ വഹാബ് MP അദ്ദേഹം ലീഗിൻ്റെ നേതാവാണല്ലോ. ഞങ്ങൾ നല്ല ഫൈറ്റാണ് രാഷ്ട്രീയമായിട്ട്, കാല് കുത്താൻ ഇടം കൊടുക്കാതെ ഞാൻ പോരാടിയിട്ടുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾ ഒന്നാണ്. അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ അതിനൊക്കെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇവിടെയോ ഒരാളെയും കൊണ്ട് അടുപ്പിക്കില്ല, ഒരു കേന്ദ്ര ഫണ്ടും കൊടുക്കില്ല. എന്നാൽ ഇവർ കൊടുക്കുമോ? അവരും കൊടുക്കില്ല. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി അനവധി സൗകര്യങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തില്ല ഈ പേരും പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ജൻധൻ അക്കൗണ്ടുകൾ 500 രൂപ ഇപ്പോൾ കൊറോണ സമയത്ത് അവിടെ കൊറോണ പിടിച്ച് അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും 3 തവണ 500 വെച്ച് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. കേന്ദ്ര ഗവൺമെൻറ് തരുന്ന എന്താ വാങ്ങിയ കുഴപ്പം? നമ്മുടെ നികുതിയല്ലേ, GSTൻ്റെ പകുതി പോവല്ലേ, കിട്ടാവുന്നതിൻ്റെ പരമാവധി വാങ്ങണ്ടേ? BJPയെ നമ്മൾ എതിർക്കുന്നത് അവരുടെ വർഗീയതയാണ്, അതിനെ ശക്തമായി മരിക്കണവരെ എതിർക്കും. പക്ഷേ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടേ, ജനങ്ങളെ സഹായിക്കുന്നത്? ഇവിടെ ഒരു അക്കൗണ്ട് പോലും ഇല്ല, ഒരു അക്കൗണ്ട് പോലും ഇല്ല. പിന്നെ മറ്റൊരു ലോണുണ്ട്, എന്താണ് മുദ്രാ ലോണ്. ആ മുദ്രാ ലോണ് വഴിയിട്ട് എന്താ പറയുക, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ലോണ് കൊടുക്കുന്നുണ്ട്. ഒരു പൈസ ഗ്യാരണ്ടി വേണ്ട, കൊളാറ്ററൽ വേണ്ട. എത്രയോ ആളുകൾക്ക് സ്ത്രീകൾക്കടെ വാങ്ങിക്കൊടുത്തു. കേരളയൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം. ഞാൻ ആ മണ്ഡലത്തിൽ മാത്രമല്ല, നിലമ്പൂർ PV എന്നൊരു MLA ഓഫീസ് നിലമ്പൂർക്കാർക്ക് മാത്രമല്ല, ആ മണ്ഡലത്തിലെ സകലമാന മണ്ഡലത്തിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. അവരെ നമ്മൾ സഹായിക്കാറുണ്ട്, അതിന് സിസ്റ്റൻ്റ് അവിടെ. അപ്പോൾ ഒരു പണിയില്ലാതെ നടക്കുന്ന സഹോദരിമാർ വരുമ്പോൾ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങളൊരു 10 മെഷീൻ വാങ്ങ്, ഒരു മുദ്രാ ലോണ് കൊടുക്ക്. അവർ വാങ്ങി 35% സബ്സിഡിയാണ്, 10 ലക്ഷം വെച്ച് പലർക്കും വാങ്ങിച്ചു കൊടുത്തു. 2 ആൾ 3 ആൾ വെച്ച് തുടങ്ങിയ സഹോദരിമാരുടെ ആ യൂണിറ്റുകൾ ഇന്ന് 30-40 ആളുകൾ വർക്ക് ചെയ്യുക. ചിലരൊക്കെ 1 കോടിയിലെ വിറ്റുവരവിലേക്ക് എത്തി. ഇതല്ലേ രാഷ്ട്രീയ പ്രവർത്തനം? അപ്പം എന്താ അത് പറ്റില്ല? അതെന്താ മുദ്ര ലോണ് കിട്ടുക? ആ പേപ്പറിൻ്റെ മുകളിലുണ്ടാവും ആ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ. അത് കണ്ടാൽ ഈ ഫോട്ടോ ഒന്നായിട്ട് പോകുന്ന ഇവരെ പേടി. നിലമ്പൂരിൽ ഒറ്റ സീറ്റില്ല BJPക്ക് ഇതൊക്കെ ചെയ്തിട്ട്. അതാണ് രാഷ്ട്രീയം. 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റീൻ്റെ ആയിട്ട് ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 വോട്ടിന് ജയിച്ച ഒരു സീറ്റുള്ളൂ. ഞങ്ങൾക്ക് ആ പേടിയില്ല. ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സകലമാന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഇനി അവന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഇവിടെ, എത്ര MP മാരുണ്ട്? ഒരു രാജ്യസഭാ MP-ൻ്റെ 5 പൈസ ഇവിടെ കണ്ടോ? എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ ഇവിടെ വികസനത്തിന്? BJPക്കാർ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത്രയും സ്വാധീനമുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് 100 രൂപ ഈ മണ്ഡലത്തിൽ വാങ്ങിക്കൊടുത്ത് ഞങ്ങളീ നടന്നിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു പലരോടും. അപ്പോൾ ഇതാണ് നെക്സസ്. പട്ടിണി പാവങ്ങളായിട്ടൊരു മണ്ഡലത്തിലെ മനുഷ്യരെ ഇങ്ങനെ പേക്കോലങ്ങളാക്കി ഇടുക. ആശുപത്രിയില്ല, ചികിത്സയില്ല, ഡയാലിസിസ് വന്നവൻ മരിച്ചോളണം. ആശുപത്രിയിൽ നിന്ന് ക്യാൻസർ പിടിച്ച് മടക്കിയാൽ അവിടെ വീട്ടിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്ത് അവിടെ കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യർ ഈ ലോകത്ത് ഈ ചേലക്കരയല്ലാതെ എവിടെ ഉണ്ടാവുക? എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ 10 ആളെ വിളിച്ചാൽ ഇവിടെ ഒരു പൈനാൻ പാലിയേറ്റീവ് സ്റ്റാർട്ട് ചെയ്യില്ലേ? ഒരു ആംബുലൻസ് കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കൂലേ? നിങ്ങൾ കുറച്ച് സാധനം കൊടുക്കുക പറഞ്ഞാൽ കൊടുക്കൂലേ? എന്താ മുടക്ക്? ഒരു മുടക്കില്ലല്ലോ. എന്താ വിളി മാത്രം? ഒന്ന് സഹായിക്കും മനുഷ്യന്മാരെന്ന് പറയാൻ. എന്താ ഇവർ തയ്യാറാവാത്തത്? കഷ്ടപ്പെട്ട് ദുരിതമായിട്ട് അങ്ങനെ നടക്കട്ടെ. അപ്പോൾ എന്നും വരുമല്ലോ, സാറേ, സഖാവേ, സാറേ. കോൺഗ്രസ്സുകാരെയും BJPൻ്റെയും നേതാക്കന്മാരുടെ കമ്മ്യൂണിസ്റ്റുകാരെയും മൂട്ടിലിങ്ങനെ നടക്കുന്ന ഈ പാവങ്ങൾ ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടാൻ ഒരു മാർഗ്ഗമില്ല. സർക്കാരിൻ്റെ സഹായം കിട്ടണം. അപ്പോൾ ഒരു വീട് കൊടുത്താൽ ഒരു തറയിടും, എന്നിട്ട് 2 കൊല്ലം ഇരുത്തും. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടില വെക്കാനുള്ള പൈസ കൊടുക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചുമര് കെട്ടാനുള്ള പൈസ കൊടുക്കും. അപ്പോൾ 6 മാസം കൊണ്ട് തീരുന്ന പെരപ്പണി 10 കൊല്ലം കൊണ്ടും തീരൂല. അതിനിടയിൽ 2-3 ഇലക്ഷൻ വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കിട്ടുമല്ലോ, അതിന് ഈ സാധുക്കൾ ഇങ്ങനെ കാത്തിക്കും. ഇത് എന്ത് രാഷ്ട്രീയമാണ്? ഇതാണോ രാഷ്ട്രീയം? ഇതിൽ ഇവർ ഒന്നല്ലേ? ഒരു സമരം നടത്തിയവർ, ഈ പറയുന്ന UDF-ഉം ഈ പറയുന്ന BJPയും ഈ പറയുന്ന മനുഷ്യർക്ക് വീട് കൊടുത്ത് വീട് പൊളിപ്പിച്ച് പൈസ കൊടുക്കാതെ പെരുവഴിയിലാക്കിയിട്ട് ഒരു സമരം നടത്തിയോ? എന്തായി? രാധാട്ടനെ കണ്ടാൽ ഓല കാര്യം നടക്കും. അപ്പോൾ രാധേട്ടനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ നേതാക്കന്മാർക്ക് പിന്നെ എങ്ങനെ രാധേട്ടനെ ഫേസ് ചെയ്യുക? ഇതല്ലേ രാഷ്ട്രീയം?